കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന് നാളെ തൃപ്രയാറിൽ തുടക്കമാകും. ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാവിലെ 10-ന് തൃപ്രയാർ കോർണിഷ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ് അധ്യക്ഷത വഹിക്കും. ജില്ലാ സെക്രട്ടറി പി. ആന്റണി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സി.ജി. ജോസ് സാമ്പത്തിക റിപ്പോർട്ടും പോൾ ജേക്കബ് ഓഡിറ്റർ റിപ്പോർട്ടും അവതരിപ്പിക്കും. സംസ്ഥാന ജില്ലാ നേതാക്കളും പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കും. 220ഓളം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി വൈകിട്ട് 4:30-ന് തൃപ്രയാർ സെന്ററിൽ നിന്ന് സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് 5-ന് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഗ്രൌണ്ടിൽ പൊതുസമ്മേളനവും നടക്കും. കയ്പമംഗലം എം.എൽ.എ. ഇ.ടി. ടൈസൺ മാസ്റ്റർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നാട്ടിക എം.എൽ.എ. സി. മുകുന്ദൻ അധ്യക്ഷത വഹിക്കും. മണലൂർ എം.എൽ.എ. മുരളി പെരുന്നെല്ലി മുഖ്യാതിഥിയാകും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. വിനു, കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, ബി.ജെ.പി. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.ബി. സുരേഷ്, കേരള വിഷൻ ന്യൂസ് എം.ഡി. പ്രജേഷ് ചാണ്ടി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ.വി. രാജൻ, കെ.സി.സി.എൽ എം.ഡി. പി.പി. സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ്, സെക്രട്ടറി പി. ആന്റണി, ജില്ലാ ട്രഷറർ സി.ജി. ജോസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ. ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന സമ്മേളനം മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം തിരൂരിൽ നടക്കും. വാർത്താസമ്മേളനത്തിൽ സിഒഎ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ്, ജില്ലാ സെക്രട്ടറി പി. ആന്റണി, ട്രഷറർ സി.ജി. ജോസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ. ബിജുകുമാർ എന്നിവർ പങ്കെടുത്തു. 10-11 തീയതികളിൽ ഫെബ്രുവരി 10-11 തീയതികൾ നടക്കുന്നത്. അതിനുശേഷം നമ്മുടെ സംസ്ഥാന സമ്മേളനം അടുത്ത മാസം 27-28 തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നമ്മൾ ആ സമ്മേളനം നടക്കുകയും ചെയ്യും. അവിടെ തൃപ്രയാർ സെന്ററിൽ നമ്മളൊരു സാംസ്കാരിക ഘോഷയാത്ര നടത്തും. ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ പൊതുസമ്മേളനം നടത്തുക. സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ശേഷം പൊതുസമ്മേളനം നടത്തും.